അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത്കുമാറിന് എതിരെ തുടരന്വേഷണമില്ല. ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. പരാതിക്കാരന് മുൻകൂർ അനുമതി തേടിയ ശേഷം വീണ്ടും പരാതി നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത്കുമാറിന് ആശ്വാസകരമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ADGPക്കെതിരെ തുടരന്വേഷണമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു, ഹർജിയിൽ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ADGPക്കെതിരായ അന്വേഷണത്തിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസ് കോടതി അത് പരിശോധിക്കാതെയാണ് കോടതി നടപടിയെടുത്തത്. മാത്രമല്ല, MR അജിത്കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അന്വേഷണം നടത്തിയത്, അതായത് മാനുവൽ പാലിക്കാതെയാണ് കോടതി അത് വിജിലൻസ് അന്വേഷണം നടത്തിയത് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇതിന്റെ വാദം നടക്കുമ്പോൾ കോടതി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. മാത്രമല്ല, അജിത് കുമാർ വസ്തു വാങ്ങിയതിന് ഉപയോഗിച്ച പണം എവിടുന്നാണ്, അജിത് കുമാറിന്റെ വരവും അതല്ലെങ്കിൽ കയ്യിലുള്ള പണവും തമ്മിലുള്ള ആനുപാതികമായ കണക്ക് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വിജിലൻസ് പരിശോധിച്ചിട്ടില്ല. ഒരു MLAയുടെ ആരോപണങ്ങൾ മാത്രമാണ് മുന്നിലുള്ള അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് നൽകുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന യാതൊരു രേഖകളും കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റേതാണ് വിധി. എന്തായാലും MR അജിത്കുമാറിനെതിരെ തുടരന്വേഷണമില്ല. അത് മാത്രമല്ല, കീഴ്ക്കോടതിയെ നിശിതമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രത്യേകിച്ചും വിജിലൻസ് മാനുവൽ പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇത് മാത്രമല്ല, ഈ വിജിലൻസ് നേരത്തെ MR അജിത്കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ക്ലീൻ ചിറ്റ് നൽകിയിട്ടാണ് വിജിലൻസ് കോടതി ഈ MR അജിത്കുമാറിനെ അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി, അതായത് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ തന്നെ എങ്ങനെയാണ് അജിത്കുമാറിനെതിരെ അജിത്കുമാറിനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളും കോടതി നീക്കിയിട്ടുണ്ട്.